ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സുവിശേഷകൻ 14-ാം അധ്യായം 1-ാം തിരുവചനം ഓരോ മക്കളെയും നോക്കിക്കൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഇന്നൊരു പക്ഷേ ഒത്തിരിയേറെ അസ്വസ്ഥമായ മനസ്സുകളുമായി ഈശോയുടെ തിരുസന്നിധിയിലേക്ക് നാം ഒക്കെ കടന്നു വന്നിരിക്കുകയായിരിക്കാം. കടബാധ്യതയായിരിക്കാം, രോഗങ്ങളായിരിക്കാം, സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥകളായിരിക്കാം. ഏത് അവസ്ഥയായിക്കൊള്ളട്ടെ, ഈശോ ഓരോ ഹൃദയങ്ങളെയും ആശ്വസിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. വലതുകരമുയർത്തി ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. ആദിമ ക്രൈസ്തവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന് എന്നും പ്രതീക്ഷ ഒരു ഓർമ്മയായിരുന്നു. യേശു ഈ ലോകത്തിൽ ജീവിച്ചു, മരിച്ചു, ഉദ്ധാരം ചെയ്തു. വീണ്ടും ഈ യേശു ഉണ്ടല്ലോ പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്ന സമയമുണ്ടല്ലോ. ആദിമ ക്രൈസ്തവരെല്ലാം ഇത് കണ്ടു നിൽക്കുകയാണ്. ആ സമയത്ത് അവരെയെല്ലാം ആശ്വസിപ്പിച്ചുകൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, എന്റെ പിതാവിലും വിശ്വസിക്കുവിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. യേശു ഈ ലോകത്തിൽ നിന്ന് എന്തിനു വേണ്ടിയാണ് പോകുന്നത് എന്ന് ഓരോ മനുഷ്യ മക്കൾക്കും പറഞ്ഞു തരികയാണ്. ഈ ലോകത്തിൽ നിന്ന് യേശു പോയിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഭവനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഓരോ വ്യക്തികൾക്കും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഭവനം ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ യേശു ഈ ലോകത്തിലേക്ക് തിരിച്ചു വരും, നമ്മെ ഓരോരുത്തരെയും പിതാവിന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ക്രൈസ്തവന് മരണം ഭീതികരമായ ഒരവസ്ഥയല്ല, മറിച്ച് പിതാവിന്റെ സന്നിധിയിലേക്കുള്ള യാത്രയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണം ഭീതികരമായ ഒരു അവസ്ഥയല്ല, മറിച്ച് എനിക്ക് പിതാവിന്റെ സന്നിധിയിൽ ഒരു ഭവനം ഒരുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുത്രനായ യേശു ഈ ലോകത്തിലേക്ക് കടന്നു വരികയും എന്നെ പിതാവിന്റെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം. എനിക്ക് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ എന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ പുത്രനായ ഈശോയുണ്ട്. എന്നെ കാത്തിരിക്കുവാൻ വേണ്ടി പിതാവായ ദൈവമുണ്ട്. എനിക്ക് കയറി ചെല്ലുവാൻ വേണ്ടി ഒരു ഭവനമുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ ആനന്ദവുമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനം പറയുന്നത്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതും ഹൃദയം കൊണ്ട് ആസ്വദിക്കാൻ കഴിയാത്തതുമായ ഒരു ഭവനം, അതാണ് യേശു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുക്കിയിരിക്കുന്നത്. വെളിപാട് പുസ്തകത്തിൽ പറയുകയാണ്, ഉയർത്തെഴുന്നേറ്റവൻ സിഹിയോന്റെ മുകളിൽ ഒന്നിച്ചുകൂടി അവരുടെ നെറ്റിയിൽ കുഞ്ഞാടിന്റെ മുദ്രയുണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റവർ സിഹിയോന്റെ മുകളിൽ ഒന്നിച്ചുകൂടി അവരുടെ നെറ്റിയിൽ കുഞ്ഞാടിന്റെ മുദ്രയുണ്ടായിരുന്നു. ഓരോ വ്യക്തികളെയും സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ യേശുവാവുന്ന കുഞ്ഞാടായ യേശു ഓരോ വ്യക്തികളുടെയും നെറ്റിയിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ അവിടുന്ന് മുദ്ര ചെയ്ത് മാറ്റി നിർത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മരണത്തെ കുറിച്ച് ഇങ്ങനെയാ പറയുന്നത്, അബ്രാഹാം തന്റെ പിതാക്കന്മാരോട് ചേർന്നു, ഇസഹാക്ക് പിതാക്കന്മാരോട് ചേർന്നു, സാറ പിതാക്കന്മാരോട് ചേർന്നു. നമ്മളൊക്കെ ഈ ഗേഹം വിട്ടു പോകുമ്പോൾ പുതിയ നിയമത്തിൽ മരണത്തെ കുറിച്ച് പറയുകയാണ്. ആ പെൺകുട്ടി ഉറങ്ങുകയാണ്, ലാസർ ഉറങ്ങുകയാണ്. പുതിയ നിയമത്തിൽ മരണം മുഴുവൻ ഉറക്കമാണ്. പഴയ നിയമത്തിൽ മരണം പിതാക്കന്മാരോടുള്ള ചേരലാണ്. അതുകൊണ്ടാണ് ഈ ഗേഹം വിട്ടുകൊണ്ട് നമ്മൾ പിതാവിന്റെ സന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പേടിക്കേണ്ട അവസ്ഥയില്ല. പിതാവായ ദൈവത്തോട് നാം ഓരോരുത്തരും ചേരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-ാം തിരുവചനത്തിൽ പൗലോസ് ശ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൈസ്തവന് പറയാൻ സാധിക്കണം,
എനിക്ക് ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവാ, മരണം എന്ന് പറയുന്നത് നേട്ടമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 1-ാം തിരുവചനം പറയുകയാണ്, നീതിമാന്മാരുടെ മരണം ദൈവത്തിന്റെ കരങ്ങളിലാണ്. നീതിമാനായി ജീവിച്ചോ, നീതിമാനായി മരിക്കുന്നോ, അവന്റെ ജീവിതം മറ്റെവിടെയുമല്ല, ദൈവത്തിന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്, ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം മരണം എന്നത് ഈ ലോകത്തിൽ നിന്ന് താൽക്കാലികമായ ഒരു വേർപാട് മാത്രമാണ്. ഈ ലോകത്തിൽ നിന്ന് നാം ഓരോരുത്തരും താൽക്കാലികമായി ഈ ലോകം വിട്ടു പോകുന്നതാണ് മരണമെന്ന് നമുക്ക് പറഞ്ഞു തരികയാണ്. ജോഷുവയുടെ 1-ാം പുസ്തകത്തിൽ പറയുകയാണ്, ദൈവത്തിന്റെ ദാസനായ മോശ മരിച്ചു. ദൈവത്തിന്റെ ദാസനായ മോശ മരിച്ചു. എന്നാൽ ഈ മോശയെ നമ്മൾ കണ്ടുമുട്ടുകയാണ്. എവിടെ? പുതിയ നിയമത്തിൽ യേശുവിന്റെ രൂപാന്തരീകരണ വേളയിൽ ഈ മരിച്ച മോശയുണ്ടല്ലോ, ഇതാ അവിടെ നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കണ്ടില്ലേ? മരണം എന്ന് പറയുന്ന ഒരു താൽക്കാലികമായി ഒരു വിടവാങ്ങൽ മാത്രമാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം വിദേശത്ത് പോയിരിക്കുന്ന വ്യക്തികളുണ്ടാകാം. ഒരുപക്ഷെ ദുബായിലായിരിക്കാം. നമ്മളെല്ലാവരും നെടുമ്പാശ്ശേരി വീട്ടുകാരെല്ലാം കൂടി ഈ മകനെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കൊണ്ടുപോയി വിട്ടു. നമ്മൾ പറയും അവൻ അവിടെ ചെന്നു. അതിനുശേഷം അവൻ ദുബായ് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനെ സ്വീകരിക്കാൻ മറ്റു ബന്ധുക്കളൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ പറയും അവൻ അവിടെ എത്തി. നമ്മൾ ഇവിടെയുള്ളവർ പറയും പോയി, അവിടെയുള്ളവർ പറയും അവൻ അവിടെ എത്തി വന്നിരിക്കുന്നു എന്ന്. മരണം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ലോകത്തിൽ നിന്ന് പോയി പിതാവിന്റെ സന്നിധിയിലേക്ക് നാം ഓരോരുത്തരും എത്തിച്ചേരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഭാ പിതാവായ വിശുദ്ധ സുപ്രിയാൻ പറയുന്നത്, മരണം അമർത്യതയിലേക്കുള്ള കാൽവെപ്പാണ്. അമർത്യതയിലേക്കുള്ള കാൽവെപ്പാണ് മരണം. മരണമില്ലാത്തൊരു ജീവിതം, മരണമില്ലാത്തൊരു ലോകം, ആ ലോകത്തിലേക്കുള്ള ഒരു കാൽവെപ്പാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ഈ ലോകത്തിൽ നിന്ന് പോയി കഴിയുമ്പോൾ എന്താ, നമ്മുടെ ശരീരം നമ്മളൊക്കെ സൗമഞ്ചത്തിൽ കിടക്കുന്നെന്ന് സങ്കല്പിച്ച്, കരങ്ങളിൽ പൂവൊക്കെ പിടിച്ച്, മൂക്കി പഞ്ഞിയൊക്കെ വെച്ച്, നമ്മളുടെ വളരെ സന്തോഷത്തോടുകൂടി ശവമഞ്ചത്തിൽ കരകളും കൂപ്പി പിടിച്ച് കിടക്കുന്ന ഒരു ഭാവം നമ്മുടെ മനസ്സിലൊന്ന് കൊണ്ടുവന്നേ. ആ സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ശവമഞ്ചത്തിലായിരിക്കുമ്പോൾ പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് മലാഖയെ പോലെ നമ്മെ അണിയിച്ചൊരുക്കിയതിനു ശേഷം അവരെല്ലാം കൂടി കൊണ്ടുപോയി 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കും. അവിടെ എന്താ സംഭവിക്കുന്നത്? ശാരീരികമായിട്ട് മനുഷ്യനുണ്ടല്ലോ, അവിടെ ഇതാ നശിച്ചു പോകുകയാണ്. എന്നാൽ ആ മനുഷ്യന്റെ ആത്മാവുണ്ടല്ലോ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, പൗലോസ് ശരീരത്തെ വിളിക്കുന്നത് വാടക വീട് എന്ന. വാടക വീട് ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞാൻ യാത്രയാവുകയാണ്. അതുകൊണ്ടാണ് പത്രോസ് 1-ാം ലേഖനത്തിൽ പറയുന്നത്, നമ്മുടെ കർത്താവായ യേശു എനിക്ക് വെളിപ്പെടുത്തിയതുപോലെ എന്റെ ഈ കൂടാരത്തിൽ നിന്ന് വേർപെട്ട് കർത്താവിന്റെ അടുത്തേക്ക് പോകുന്ന. പത്രോസ് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു എനിക്ക് വെളിപ്പെടുത്തിയതുപോലെ ഈ കൂടാരത്തിൽ നിന്ന്, ശരീരമാകുന്ന കൂടാരത്തിന് വേർപെട്ട് ഞാൻ പോകുക എന്റെ ദൈവത്തിന്റെ അടുക്കലേക്ക്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയും മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നാം ഓരോരുത്തരും ചെല്ലുന്നത് എങ്ങോട്ടാ? പിതാവിന്റെ സന്നിധിയിലേക്കാ. കൂട്ടിക്കൊണ്ട് പോകുവാൻ ആരുണ്ട്? നമുക്ക് യേശു കൂടെയുണ്ട്. കയറി ചെല്ലുവാൻ നമുക്കൊരു ഭവനവുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, മരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. അത് ഭയപ്പെടേണ്ട കാര്യമല്ല, മറിച്ച് ശ്രേഷ്ഠമായ കാര്യമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പറയുകയാണ്, എന്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നതിലാണ്, അതാണ് കൂടുതൽ ശ്രേഷ്ഠം. പൗലോസ് ശ്ലീഹ
ഹൃദയത്തിൽ നിന്നുള്ള ദാഹത്താൽ പറയുകയാണ്, എന്റെ ആഗ്രഹം മരിച്ച് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നതിലാണ്, അതാണ് കൂടുതൽ ശ്രേഷ്ഠം. അതുകൊണ്ട് തിരുവചനത്തിൽ പറയുന്ന അന്യഗ്രഹത്തിൽ 1000 ദിവസങ്ങളേക്കാൾ എന്റെ കർത്താവിന്റെ അങ്കണത്തിൽ ഒരു നിമിഷം മതി, അതാ കൂടുതൽ അഭികാമ്യമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഈ അന്തോണീസ് പുണ്യാളന്റെ അപ്പന് ഒത്തിരിയേറെ സ്ഥലമുണ്ട്. ഒരു ദിവസം പ്രഭാതത്തിൽ പള്ളി കഴിഞ്ഞ് പോരുമ്പോഴാ നാട്ടുകാരൊക്കെ കാണുന്നത് ഈ അന്തോണീസ് പുണ്യാളന്റെ അപ്പന്റെ ഈ സ്ഥലത്ത് കോമ്പൗണ്ടിലുണ്ടല്ലോ ഒരു യുവാവിനെ കൊന്നിട്ടിരിക്കുന്നു. ഇത് പിന്നീട് കേസായി. അവിടെ മുട്ടുകുത്തി നിന്ന് 2 കരകളും ഉയർത്തിപ്പിടിച്ചു